30 പേജുള്ള മൊഴിയാണ് മജിസ്ട്രേറ്റിന് നൽകിയതെന്ന് ബിജു രമേശ്. ശബ്ദരേഖ മാത്രമല്ല മറ്റു തെളിവുകളും മജിസ്ട്രേറ്റിന് കൈമാറിയെന്നും ബിജു രമേശ് പറഞ്ഞു. എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഈ പറയപ്പെടുന്ന ജോസ് കെ മാണി ഉൾപ്പെടെയുള്ളവരുടെ സംഭാഷണം അടങ്ങുന്ന മുഴുവൻ കാര്യങ്ങളും ഞങ്ങൾക്ക് അത് കൈമാറിയിട്ടുണ്ട്. അന്വേഷണ സംഘത്തിന് വിളിച്ച് കുറച്ച് ഈ 3-4 പേര് സംസാരിക്കുന്ന ചെറിയ സംഭാഷണങ്ങൾ മാത്രമല്ലേ കൊടുത്തിട്ടുള്ളൂ. കോടതിയിൽ പൂർണ്ണമായുള്ള പല സംഭാഷണങ്ങളും പല ചർച്ചകളും പല ഘട്ടങ്ങളിലായിട്ട് സംസാരിച്ചിട്ടുള്ള പൂർണ്ണമായുള്ള വിവരങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് കോടതിയിൽ കൊടുത്തിട്ടുണ്ട്. ഈ കോടതിയിൽ പറയാൻ കിട്ടിയ ഒരു അവസരമായതുകൊണ്ട് തെളിവുകൾ പിന്നീട് സമയത്ത് പറയാൻ വരുമോ എന്നുള്ളത് കൊണ്ട് തന്നെ പൂർണ്ണമായും അതിൻ്റെ വിവരങ്ങൾ ഞാൻ കോടതിയിൽ ഹാജരാക്കി കൊടുത്തിട്ടുണ്ട്. 30 പേജ് അടങ്ങുന്ന സ്റ്റേറ്റ്മെൻറ്റ് കോടതി എഴുതിയെടുത്തിട്ടുണ്ട്. ബാർക്കോഴയിൽ മന്ത്രി മാണിയുടെ മകൻ ജോസ് കെ മാണി സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്ന CD-യും മജിസ്ട്രേറ്റിന് കൈമാറിയെന്ന് ബിജു രമേശ്. ഉപ്പ് തിന്നവർ വെള്ളം കുടിച്ചേ മതിയാകുമെന്നും ബിജു രമേശ് പ്രതികരിച്ചു. പ്രത്യേക പരാമർശമൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ അച്ഛനെ കേസിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി സാക്ഷികളെ സ്വാധീനിക്കുന്ന ഓഡിയോ ശബ്ദങ്ങളും സംഭാഷണങ്ങളും ഒക്കെ അടങ്ങുന്ന പൂർണ്ണമായ വിവരങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് ഒരു സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങളാണ്. അത് അടങ്ങുന്ന ഇതാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. എക്സൈസ് മന്ത്രി കെ ബാബു ഉൾപ്പെടെ 3 മന്ത്രിമാരുടെ പേരുകൾ മജിസ്ട്രേറ്റിന് മുൻപാകെ നൽകിയിട്ടുണ്ടെന്ന് ബിജു രമേശ്. നിയമത്തിന് മുന്നിൽ മന്ത്രിമാർ മറുപടി പറഞ്ഞേ മതിയാകൂവെന്നും ബിജു രമേശ് പറഞ്ഞു. അപ്പോൾ അത്ര ശക്തമായ സംസ്ഥാനത്തെ പ്രമുഖ നിയമവകുപ്പ് മന്ത്രിയും ഫൈനാൻസ് മിനിസ്റ്ററിനെതിരെയുള്ള എവിഡൻസും അതിലുപരി മറ്റ് മന്ത്രിമാരെയും ബാധിക്കുന്ന കാര്യങ്ങളും എവിഡൻസ് അതിനകത്തുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അത് അവരെ ഏൽപ്പിക്കാത്തത്. ആ വിവരങ്ങൾ ബാക്കി ഡീറ്റെയിൽ വിവരങ്ങളൊന്നും തന്നെ വിജിലൻസ് കൊടുത്തിട്ടില്ലായിരുന്നു. കാര്യം കൊടുത്ത വിവരങ്ങളെല്ലാം തന്നെ പലരും മുകളിലോട്ട് അവരുടെ ശ്രദ്ധയിൽ പെടുമെന്നുള്ളതുകൊണ്ട് അവർക്ക് കൊടുക്കാത്ത ഒരുപാട് വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട ഈ സംസ്ഥാനത്ത് നടക്കുന്ന അഴിമതിയുടെ ഒരുപാട് വിവരങ്ങൾ പല സംഭാഷണങ്ങളും അടങ്ങുന്ന വിവരങ്ങൾ ഞാനിന്ന് കോടതിയെ സമർപ്പിച്ചിട്ടുണ്ട്. മുതിർന്ന രാഷ്ട്രീയ നിരീക്ഷകൻ ഭാസുരേന്ദ്ര ബാബു അദ്ദേഹം കൂടി നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ ഭാസുരേന്ദ്ര ബാബു, ക്രിമിനൽ നടപടി ചട്ടം 164 പ്രകാരം തിരുത്താനാവാത്ത അല്ലെങ്കിൽ ഇനി മാറ്റി പറയാനാകാത്ത മൊഴിയാണ് അദ്ദേഹം തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിക്ക് മുൻപിൽ ഹാജരായി പറഞ്ഞത്, തെളിവുകൾ സഹിതം നൽകിയത്. എങ്ങനെയാണ് താങ്കൾ കാണുന്നത്? പ്രധാനപ്പെട്ട ഒരു മൊഴിയായിരിക്കുമ്പോൾ തന്നെ താങ്കൾ സൂചിപ്പിച്ചത് മാതിരി തിരുത്താനാകാത്ത ഒരു മൊഴിയല്ല. അത് കൊടുത്തവർക്ക് തിരുത്താം, അഥവാ ഇത് കൊടുത്തതിന് സാഹചര്യം അത് പോലീസിന്റെ ഡ്യൂറസ് പ്രമാണിച്ചാണ് അല്ലെങ്കിൽ പോലീസിന്റെ സമ്മർദ്ദം കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് കോടതികളിൽ നിന്ന് 164 സ്റ്റേറ്റ്മെന്റ് കൊടുത്തത് ഒഴിയാറുണ്ട്. അത് പോകട്ടെ. പക്ഷെ ഇപ്പോൾ ഇത്തവണ വന്നിരിക്കുന്ന ഒരു സവിശേഷത ബിജു രമേശിന്റെ താല്പര്യപൂർവ്വം തന്നെയാണ് മൊഴി കൊടുത്തിരിക്കുന്നത് എന്നാണ്. പോലീസ് സമ്മർദ്ദത്തിന്റെ ഭാഗമായല്ല. അത് മാത്രമല്ല, ഇങ്ങനെ മൊഴി കൊടുക്കുന്നതിനെതിരെ സമ്മർദ്ദമുണ്ടായിരുന്നു എന്നുകൂടി അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി മാധ്യമങ്ങളോട്. അങ്ങനെ വരുമ്പം അദ്ദേഹം അതിൽ ഉറച്ചു നിൽക്കും. അതൊന്ന്. മറ്റൊന്ന്, ഇത് കൊടുക്കുന്നതിനൊപ്പം തന്നെ അദ്ദേഹം സാധാരണഗതിയിൽ തനിക്ക് അറിയുന്ന കാര്യങ്ങളാണ് 164 സ്റ്റേറ്റ്മെന്റ് കാണുന്നത് എങ്കിൽ അതിനൊപ്പം കാര്യങ്ങൾക്ക് നിദാനമായ തെളിവുകൾ കൂടി അദ്ദേഹം കൊടുത്തിരിക്കുന്നു. ശബ്ദരേഖയുടെ തെളിവ്, ചില സാഹചര്യങ്ങളിൽ അതുപോലെ തന്നെ ചിത്രങ്ങൾ, ദൃശ്യം തെളിവുകളും ഒളി ക്യാമറയിൽ പകർത്തിയ ദൃശ്യ തെളിവുകളും നൽകിയിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ തെളിവ് സഹിതം തന്നെ അത് നൽകുന്നത് വഴി ബിജു രമേശിന്റെ നിലപാടിന് സാധുത കൂടുന്നു. മറ്റു മന്ത്രിമാരും പണം വാങ്ങിയെന്ന് സംശയം നിലനിൽക്കുന്നത് അദ്ദേഹം സ്ഥിരീകരിക്കുന്നു എന്നതാണ് അതിന്റെ ഒരു വശം. മറുവശം അദ്ദേഹത്തിന്റെ ഒരു രീതി. ഇപ്പോഴെന്താണ് സംഭവിച്ചത്? സത്യത്തിൽ ഇപ്പോൾ കോടതിയെ കുറിച്ച് ബിജു രമേശ് പറയുന്നത് മുഴുവൻ തെളിവുകളും തന്റെ കയ്യിൽ ലഭ്യമായിരിക്കുന്ന മുഴുവൻ തെളിവുകളും കോടതിയിൽ എത്തിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാണ്. ഇത് അന്വേഷണ ഏജൻസിയാണ് ഏൽപ്പിച്ചിരുന്നത് എങ്കിൽ അത് ടാമ്പർ ചെയ്യാനുള്ള സാധ്യതയുണ്ടായിരുന്നു, അട്ടിമറിക്കപ്പെടാനുള്ള സാധ്യതയുണ്ടായിരുന്നു. കേസ് ഇങ്ങനെ വളർന്ന് തിടം വെച്ച സാഹചര്യത്തിൽ 6 മാസം കഴിയുമ്പോഴേക്കും അത് കോടതിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലേക്ക് ഈ തെളിവുകൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഇനി പ്രത്യക്ഷമായോ പരോക്ഷമായോ കോടതിയുടെ നിയന്ത്രണത്തിന് കീഴിലായിരിക്കും ഈ കേസിന്റെ അന്വേഷണം നടക്കുക എന്ന് പറഞ്ഞാൽ എക്സിക്യൂട്ടീവിനോ ചീഫ് മിനിസ്റ്റർക്ക് തന്നെയോ ഇനി അത് അട്ടിമറിക്കാനുള്ള സാധ്യത നന്നേ ചുരുങ്ങും. അതുകൊണ്ട് കൗശല സ്വഭാവത്തോടു കൂടിയ നീക്കങ്ങളിലൂടെ, ചടുലമായ നീക്കങ്ങളിലൂടെ ബിജു രമേശ് ഈ ഗെയിമിന്റെ ആദ്യഘട്ടം വളരെ സുരക്ഷിതമായി പിന്നിട്ടിരിക്കുന്നു. മാണിയെയും അതുപോലെ ഉമ്മൻചാണ്ടിയുടെ കുടില തന്ത്രങ്ങളെയും അതിജീവിച്ചുകൊണ്ട് 3 മന്ത്രിമാരുടെ പേരാണ് ഇതുവരെ ശബ്ദരേഖയിലൂടെയും മറ്റും വന്നിരുന്നത്. ഔദ്യോഗികം എന്ന് പറഞ്ഞാൽ ബിജു രമേശിൻ്റെതായി അല്ലെങ്കിൽ അത്തരത്തിലൊരു സ്ഥിരീകരണം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് എക്സൈസ് മന്ത്രി കെ ബാബുവിന്റെ പേര് കൂടി വളരെ സ്പഷ്ടമായി വ്യക്തമായി അദ്ദേഹം, എക്സൈസ് മന്ത്രി കെ ബാബു എന്ന് പറഞ്ഞില്ല എങ്കിൽ പോലും എക്സൈസ് മന്ത്രി കൂടി ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് സ്പഷ്ടമായി പറയുക കൂടി ചെയ്തു. അല്ല, അതിനകത്ത് സത്യത്തിൽ നമുക്ക് മറ്റ് ദൃശ്യമാധ്യമങ്ങളിൽ കണ്ട ഇതേ സംബന്ധിച്ച സമ്മേളനത്തിന്റെ ഒളി ദൃശ്യങ്ങൾ നാം കണ്ടിരുന്നല്ലോ.
അതുപോലെ തന്നെ നമുക്ക് ലഭിച്ചിരിക്കുന്ന വിഷയങ്ങളിൽ പലപ്പോഴും പലരുടെയും പേരുകൾ പരാമർശിക്കുന്നതിന്റെ കൂട്ടത്തിൽ എക്സൈസ് മന്ത്രിയുടെ പേരും പരാമർശിക്കുന്നുണ്ട് ഈ ബാർ ഉടമകളുടെ അസോസിയേഷൻ സമ്മേളനത്തിൽ. അപ്പൊ ആ പുതിയ കാര്യമല്ലെങ്കിൽ പോലും ഇതൊരു പുതിയ ആക്ഷേപമായി ഈ സമയത്ത് ഉന്നയിക്കുമ്പോൾ, ഇതിനു മുമ്പ് തന്നെ ബിജു രമേശ് ഈ 3 ആൾക്കാരുടെ കാര്യം മറ്റ് വ്യക്തതകളൊന്നും മറ്റ് വിവരങ്ങൾ പറയാതെ തന്നെ പറഞ്ഞിരുന്നു. ഇപ്പോൾ 3 ആൾക്കാരുടെ കാര്യം പറയുമ്പോൾ അദ്ദേഹം പൊടുന്നനെ പറയുന്നതല്ല. 3 കോൺഗ്രസ് നേതാക്കൾ തന്നെ ഇത് വാങ്ങിയിട്ടുണ്ടെന്ന് അദ്ദേഹം ആദ്യം സൂചിപ്പിച്ചു. കാര്യങ്ങൾ പുറത്തേക്ക് വിടുന്നില്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ അത് പുറത്തേക്ക് വിടുമ്പോൾ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്ത്? മാണിയെ സംരക്ഷിക്കാൻ എല്ലാവരും ഒന്നിച്ചു നിന്ന് പണിയെടുത്തപ്പോൾ കേരള കോൺഗ്രസ് എന്ന പ്രസ്ഥാനം വീണ്ടും പിളർന്നു. അനിശ്ചിതത്വവും ആശങ്കയും വീണ്ടും UDFന്റെ ക്യാമ്പിലായി. അതുമാത്രമല്ല, കോൺഗ്രസ് എന്ന പ്രസ്ഥാനം ഈ കാര്യത്തിൽ എടുത്തിരിക്കുന്ന സമീപനത്തിന്റെ കാര്യത്തിൽ കോൺഗ്രസ് വക്താക്കൾ 2 തട്ടിലേക്ക് വിഭജിക്കപ്പെട്ടു. കോൺഗ്രസിലേക്ക് പ്രതിസന്ധി പടർന്നു കയറി. തീർന്നില്ല, ഇബ്രാഹിം കുഞ്ഞിനെതിരെയുള്ള ആരോപണത്തിൽ ലീഗിനും ഉറക്കം കെടുന്നു. ഇങ്ങനെ പ്രമുഖ കക്ഷികൾക്കിടയിൽ 2 അഭിപ്രായങ്ങൾ ഒരേ വിഷയത്തിൽ രൂപം കൊള്ളുന്ന പിളർപ്പിന്റെ ഒരു അന്തരീക്ഷം സംജാതമായിരിക്കുന്നു. അതിനൊക്കെ പുറമെ PC ജോർജ് ഈ ബാർക്കോഴ പൊട്ടിപ്പുറപ്പെട്ട ആദ്യ രാത്രികളിൽ വാർത്തകളിൽ നിറഞ്ഞു എന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് അത് മാണിയുടെ കാര്യം മാത്രമല്ലല്ലോ, മറ്റാളുകളും വാങ്ങിയിട്ടുണ്ടല്ലോ എന്നാണ്. 30 പേജുള്ള മൊഴിയാണ് ഇന്ന് മജിസ്ട്രേറ്റിന് നൽകിയത് എന്നാണ് ബിജു രമേശ് പറഞ്ഞത്. എന്തായാലും 164 പ്രകാരം അദ്ദേഹം ക്രിമിനൽ നടപടി ചട്ടം 164 പ്രകാരം ഇന്ന് തിരുവനന്തപുരം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലെത്തി മൊഴി രേഖപ്പെടുത്തുകയായിരുന്നു. മറ്റ് നിർണായകമായ തെളിവുകൾ കൂടി അദ്ദേഹം കോടതിക്ക് നൽകുകയും ചെയ്തു. ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകൻ ജേക്കബ് ജോർജും ഒപ്പം VS സുനിൽകുമാർ അദ്ദേഹം കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ സുനിൽകുമാർ, എക്സൈസ് മന്ത്രി കെ ബാബുവിന്റെ പേര് കൂടി സ്പഷ്ടമായി അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. നേരത്തെ 3 മന്ത്രിമാരുടെ പേരുകൾ കൂടി ഉയർന്നു വന്നതാണെങ്കിലും ഇന്ന് ബിജു രമേശിൻ്റെതായി അദ്ദേഹത്തിന്റെ വായിൽ നിന്നായി കൃത്യമായി അത് പറയുകയും ചെയ്തു. ഈ പുതിയ സാഹചര്യത്തിൽ ഇവരെ കൂടി പ്രതി ചേർത്ത് കേസെടുക്കുന്നതിൽ നിയമ തടസ്സങ്ങൾ ഇല്ല എന്നതടക്കമുള്ള കാര്യങ്ങളാണ് നിയമവൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സൂചന. ഈ പുതിയ സാഹചര്യത്തെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? അല്ല, ഇത് താത്രിക്കുട്ടിയുടെ സ്മാർട്ട് വിചാരം പോലെയാണ് ഇപ്പൊ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിപ്പോ ആരൊക്കെ പേരുകളാണ് ഭാവിയിൽ വരാൻ പോകുക എന്ന് പ്രവചിക്കാൻ പറ്റാത്ത വിധത്തില് വളരെ വലിയ ബന്ധങ്ങൾ ഈ ബാർ കോഴ കേസിനകത്തുണ്ട്. മാണിക്കെതിരായി വളരെ സ്പെസിഫിക് ആയിട്ടുള്ള തെളിവുകളും ആരോപണങ്ങളും അതിനെ തുടർന്നുള്ള കേസെടുപ്പ് ഉണ്ടായതുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി KM മാണി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ശക്തമായ സമരരംഗത്തേക്ക് വന്നിരിക്കുന്നത്. ഇപ്പോ ബിജു രമേശ് ഈ വെളിപ്പെടുത്തലോടുകൂടി കെ ബാബുവിന്റെ പേരും മറ്റൊരു മന്ത്രിയുടെ പേരും കൂടി വെളിപ്പെടുത്തിയെന്നാണ് അദ്ദേഹം അവകാശപ്പെട്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ വിഷയത്തിൽ മറ്റ് മന്ത്രിമാർക്കെതിരെ കൂടി കേസെടുത്തുകൊണ്ട് അന്വേഷണം മുന്നോട്ട് പോകേണ്ടി വരും. എന്ന് മാത്രമല്ല, ഈ കേസ് തന്നെ അട്ടിമറിക്കപ്പെടാനുള്ള സാധ്യത വർദ്ധിച്ചിരിക്കുകയാണ്. മറ്റ് മന്ത്രിമാർ, കോൺഗ്രസിന്റെ മന്ത്രിമാർ കൂടി ഉൾപ്പെട്ടതാണ് ഈ കേസ് എന്ന് വന്നു കഴിഞ്ഞാൽ ഈ കേസ് അട്ടിമറിക്കപ്പെടാനുള്ള സാധ്യത വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഈ മന്ത്രിമാർ മാറി നിന്നുകൊണ്ടുള്ള അന്വേഷണമാണ് വേണ്ടിവരിക. അതുകൊണ്ട് ഈ മന്ത്രിമാർ രാജിവെക്കുകയല്ലാതെ ഇപ്പൊ തന്നെ KM മാണിക്കെതിരായിട്ടുള്ള അന്വേഷണം അട്ടിമറിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. KM മാണി ഇതുവരെ ചോദ്യം ചെയ്യാനോ തെളിവ് ശേഖരിക്കാനോ അല്ലെങ്കിൽ ആ കാര്യങ്ങളെ പറ്റി പരിശോധിക്കാനോ പോലെ അന്വേഷണം തയ്യാറാകാത്തതിന്റെ കാരണം KM മാണി മന്ത്രിയെ തുടർന്നുകൊണ്ടാണ്. ഇത് വളരെ വലിയ കേരളം കണ്ട ഏറ്റവും വലിയ ഒരു അഴിമതി കേസാണ് ബാർ കോഴ കേസ്. ഉന്നതന്മാരായിട്ടുള്ള പല ആളുകൾക്കും ബന്ധമുള്ള ഈ കേസിൽ ആരോപണം ഉന്നയിച്ചിരിക്കുന്ന ബിജു രമേശ് അദ്ദേഹം ഉന്നയിച്ച ആരോപണത്തിന്റെ ആ ഘട്ടം മുതൽ ഈ ഘട്ടം വരെ ഇന്ന് വരെ ആരോപണത്തിൽ അടിയുറച്ചു നിൽക്കുകയും പുതിയ പുതിയ തെളിവുകൾ കൊണ്ടുവരികയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ വരെ കോൺഗ്രസിന്റെ UDFന്റെ നേതാക്കന്മാർ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം ബിജു രമേശിനെ പോലെ ഒരു കള്ളുകച്ചവടക്കാരൻ പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നല്ലാതെ എന്തുകൊണ്ട് തെളിവ് കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. കോടതിയെ സമീപിക്കുന്നില്ല. ബിജു രമേശ് ആ കുറവ് പരിഹരിച്ച് 164 സ്റ്റേറ്റ്മെന്റ് പ്രകാരം ഇന്ന് മജിസ്ട്രേറ്റിന് മുൻപാകെ അദ്ദേഹം മൊഴി നൽകിയെന്ന് പറഞ്ഞാൽ ആ അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്ന ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയും തെളിവ് അദ്ദേഹം കൊടുക്കുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടാൻ ഈ ഗവൺമെന്റ് സാധ്യമല്ല. ഗവൺമെന്റ് തന്നെ തുടരണമോ വേണ്ടോ എന്ന് തീരുമാനിക്കേണ്ട ഘട്ടത്തിലേക്ക് വന്നിരിക്കുകയാണ്. ഗവൺമെന്റ് തുടർന്നുകൊണ്ട് ഈ അന്വേഷണം മുന്നോട്ട് പോകാൻ സാധ്യമല്ല എന്നുള്ളത് കൊണ്ട് ഗവൺമെന്റ് തന്നെ രാജിവെക്കേണ്ട സ്ഥിതിയിലേക്കാണ് ഈ അന്വേഷണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു സ്ഥിതി ഉള്ളതുകൊണ്ട് ഇത് അട്ടിമറിക്കപ്പെടാൻ ഇടയുണ്ട് എന്ന് ഞാൻ സംശയിക്കുന്നു. അതുകൊണ്ട് ഈ വിഷയത്തിൽ ഒരു വലിയ അന്വേഷണം, ഇത് കേന്ദ്ര ഏജൻസി തന്നെ ഉണ്ട്, CBI തന്നെ ഈ അന്വേഷണം ഏറ്റെടുത്തുകൊണ്ട് ഈ അന്വേഷണം മുന്നോട്ട് പോകേണ്ടി വരും. ആ സന്ദർഭത്തിൽ അഴിമതിക്ക് ആരോപണം വിധേയരാക്കപ്പെട്ടിരിക്കുന്ന മന്ത്രിമാർ രാജിവെച്ച് മാറി നിന്നുകൊണ്ട് CBI പോലെ ഏജൻസി ഈ വിഷയം അന്വേഷിക്കണമെന്നാണ് എന്റെ അഭിപ്രായം. ശ്രീ ജേക്കബ് ജോർജ്, ദയവായി സുനിൽകുമാർ തുടരുക. എന്തായാലും ഇപ്പോൾ കെ ബാബു അദ്ദേഹത്തെ ഞങ്ങൾ ബന്ധപ്പെട്ടിരുന്നു, എന്നാൽ നാളെ പ്രതികരിക്കാം എന്നാണ് അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരുന്നത്. ശ്രീ ജേക്കബ് ജോർജ്, ഇവിടെ വളരെ പ്രസക്തമായ ഒരു കാര്യം, പുതിയ ആരോപണങ്ങളല്ല എങ്കിൽ പോലും എക്സൈസ് മന്ത്രി കെ ബാബുവിന്റെ പേരാണ് അദ്ദേഹം ഇന്ന് മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷം എത്തി മാധ്യമങ്ങളോട് ആയി പറഞ്ഞത് വളരെ സ്പഷ്ടമായി. പക്ഷേ ഇവിടെ വിജിലൻസ് വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രിയുടെ പേരുകൂടി, അങ്ങനെ അടക്കം 3 മന്ത്രിമാരാണ് നേരത്തെ വളരെ സജീവമായി ഉയർന്നു കേട്ടിരുന്നത്. പേരുകൂടി ഇക്കാര്യത്തിൽ ഉയർന്നു വരുമ്പോൾ
സ്വാഭാവികമായും അവരെ പ്രതി ചേർത്ത് അന്വേഷണം എന്ന കടമ്പ അത് നടക്കുമോ? അല്ലെങ്കിൽ നേരത്തെ സുനിൽകുമാർ അടക്കം ഉന്നയിച്ചതുപോലെ പ്രതിപക്ഷം ആരോപിച്ചതുപോലെ അത് എത്രത്തോളം പ്രായോഗികമാണ്? അഥവാ സാധ്യമായ നിയമവശം ഉണ്ടെങ്കിൽ തന്നെ അത് സാധ്യമാകുമോ? ആകുമ്പോഴത്തേക്ക് അതിൻ്റെതായ നിയമപരമായ പ്രാധാന്യമുണ്ട്. പ്രത്യേകിച്ച് നേരത്തെ തന്നെ ബിജു രമേശ് ഉയർത്തിയിരുന്ന ആരോപണങ്ങളാണ്. അതിൽ നിന്ന് അദ്ദേഹം പിന്നോട്ട് പോയിട്ടില്ല എന്ന് മാത്രമല്ല, തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ മേൽ വലിയ സമ്മർദ്ദങ്ങൾ ഉണ്ടായി എന്നുള്ള കാര്യവും സത്യം മാത്രമാണ്. അങ്ങനെ പിന്നോട്ട് പോകാതെ 164 സ്റ്റേറ്റ്മെന്റിനെ മുന്നോട്ട് വരികയും അതിൽ ഉറച്ചു നിൽക്കുകയും പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉറച്ചു നിൽക്കുകയും കൂടുതൽ മന്ത്രിമാരുടെ പേര് വെളിപ്പെടുത്തുകയും സ്റ്റേറ്റ്മെന്റിൽ ഉൾപ്പെടുത്തുകയും ചെയ്തതോടുകൂടി അതൊരു നിയമപരമായി നിലനിൽക്കുന്ന ഒരു ജുഡീഷ്യൽ രേഖയായിട്ട് മാറിയിരിക്കുന്നു. സ്വാഭാവികമായിട്ടും അത് ഗവൺമെന്റിന് വലിയ ക്ഷീണമുണ്ടാക്കുന്നതാണ്. രണ്ട് കാര്യങ്ങളാണ് ഇത് ശ്രദ്ധിക്കാനുള്ളത്. ഒന്ന്, ബിജു രമേശിന്റെ ഈ വസ്തുതകൾ എന്തുമാത്രം തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്, അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. നിയമത്തിന് മുമ്പിൽ ഈ വാദങ്ങൾ, ബിജു രമേശ് ഉന്നയിച്ചിരിക്കുന്ന വാദങ്ങൾ എത്ര കണ്ട് വിലപ്പോവും, എത്ര കണ്ട് നിലനിൽക്കും അത്. രണ്ടാമത്, ഈ പറയുന്ന ഓരോ ആരോപണങ്ങൾക്കും ഉപോത്ബലകമായ തെളിവുകൾ ഹാജരാക്കാൻ ബിജു രമേശിന് കഴിഞ്ഞിട്ടുണ്ടോ? അതിൽ പ്രധാനപ്പെട്ട കാര്യം, ബിജു രമേശ് ഈ കൈക്കൂലി തുക കൊടുക്കുന്നത് കണ്ടിട്ടില്ല, അദ്ദേഹം കൊടുത്തിട്ടില്ല. അദ്ദേഹത്തിന് സെക്കൻഡറി ഇൻഫർമേഷൻ മാത്രമാണ് ഉള്ളത്. ഈ ടേപ്പും സെക്കൻഡറി ഇൻഫർമേഷൻ ആണ്. ഞാൻ കൊടുത്തു, അവിടെ കൊടുത്തു, ഇവിടെ കൊടുത്തു, ഇത്രാം തീയതി കൊടുത്തു എന്നൊക്കെ പറയുന്ന ടേപ്പുകളാണ് ഹാജരാക്കിയിരിക്കുന്നത്. അതുകൊണ്ടാണ് നിയമപരമായി എന്ത് നിലനിൽപ്പാണ് ഇവയ്ക്കുള്ളത് എന്ന് എനിക്ക് സംശയമുള്ളത്. എന്തൊക്കെയാണെങ്കിലും UDF സർക്കാരിന്റെ മേൽ കറുത്ത ഒരു അധ്യായം എഴുതി ചേർക്കുന്ന തരത്തിലാണ് ബിജു രമേശ് ഉയർത്തുന്ന ആരോപണങ്ങൾ, അതിന് സംശയമില്ല. പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം തന്നെയാണ് ഗണേഷ് കുമാർ നമ്മുടെ PWD മന്ത്രിക്കെതിരെയും ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇതൊക്കെ കൂടി ഗവൺമെന്റിനെതിരെ ഒരു വലിയ അഴിമതി ആരോപണങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത്. അത് സർക്കാരിന് തീരെ മോശമാണ്. ഇതിൽ സർക്കാരിന് ബോധ്യമുണ്ട്, തങ്ങൾക്ക് കൈക്കൂലി മേടിച്ചിട്ടില്ല, ഇതിനകത്ത് അഴിമതിയിൽ പങ്കില്ല എന്ന് ബോധ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സർക്കാർ ഇത് സംബന്ധിച്ച നിലപാട് ഗവൺമെന്റ് ജനങ്ങളുടെ മുമ്പിൽ വ്യക്തമാക്കേണ്ടതുണ്ട്. തീർച്ചയായും തുടരുക. ശ്രീ ജേക്കബ് ജോർജ്. ജോസഫും പുതുശ്ശേരി, അദ്ദേഹം കൂടി നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ശ്രീ ജോസഫും പുതുശ്ശേരി, ഇന്ന് 164 പ്രകാരം അദ്ദേഹം തിരുവനന്തപുരത്ത് കോടതിയിൽ രഹസ്യമൊഴി നൽകിയതിനു ശേഷം, സമ്പൂർണ്ണമായ തെളിവുകൾ നൽകിയതിനു ശേഷം മാധ്യമപ്രവർത്തകരെ കാണുകയുണ്ടായി. എക്സൈസ് മന്ത്രി കെ ബാബുവിന്റെ പേര് കൂടി അദ്ദേഹം ഇക്കാര്യത്തിൽ പുതുതായിട്ടല്ല എങ്കിൽ പോലും സ്പഷ്ടമായി ഇന്ന് പറഞ്ഞത് കെ ബാബുവിന്റെ പേര് കൂടിയാണ്. എങ്ങനെയാണ് പുതിയ സാഹചര്യത്തെ താങ്കൾ കാണുന്നത്? പ്രത്യേകിച്ച് അത് മാത്രമല്ല, ഏറ്റവും സവിശേഷമായ കാര്യം എന്നുള്ളത് ഇക്കാര്യത്തിൽ ധനമന്ത്രി കെ മാണിയുടെ മകനും MP-യുമായ ജോസ് കെ മാണി വളരെ സജീവമായി ഇക്കാര്യത്തിൽ ഇടപെട്ടു എന്നതിന്റെ ശബ്ദരേഖ കൂടി തെളിവ് സഹിതം നൽകിയതിനു ശേഷമാണ് മാധ്യമങ്ങൾ പുറത്തു വന്ന് പ്രതികരിച്ചത്. ഈ തെളിവ് എന്ന് പറയുന്നതല്ലാതെ ഇതുവരെ ഒരു തെളിവുകളും നൽകാൻ ആരോപണം ഉന്നയിച്ചവർക്ക് കഴിഞ്ഞില്ല എന്നുള്ളിടത്താണ് ഞാൻ നിൽക്കുന്നത്. കാരണം ആരോപണം ഉന്നയിച്ചത് ഒക്ടോബർ 31-നാണ്. അന്ന് മാധ്യമങ്ങളോട് ബിജു രമേശ് പറഞ്ഞത് എന്റെ കൈവശം എല്ലാ തെളിവുകളും ഉണ്ട് എന്നാണ്. ആ തെളിവുകളാണെന്ന് നൽകിയത്. ഞാൻ പറയട്ടെ നവംബർ 1-ന് നിങ്ങളുടെ മുമ്പിൽ അദ്ദേഹം പറഞ്ഞ വാചകം ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. 3 മണിക്കൂർ സാവകാശം ഞാൻ എല്ലാ തെളിവുകളും മാധ്യമങ്ങളുടെ മുമ്പിൽ ഹാജരാക്കാമെന്നാണ് പറഞ്ഞത്. 4 മാസം പിന്നിടുമ്പോൾ ഒരു തെളിവുകളും മാധ്യമങ്ങളുടെ മുമ്പിൽ ഹാജരാക്കിയിട്ടില്ല. കോടതി അന്വേഷണ സംഘത്തിന്റെ മുമ്പാകെ ഹാജരാക്കിയിട്ടില്ല. അദ്ദേഹം ഹാജരാക്കി എന്ന് പറയുന്ന തെളിവുകൾ എന്നത്തെയാണ് ആരോപണം ഉന്നയിച്ചതിന് ശേഷം കൃത്രിമമായി അത് സ്ഥിരീകരിക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന തെളിവുകളാണ്. എന്ന് പറഞ്ഞാൽ ഫാബ്രിക്കേറ്റഡ് എവിഡൻസ്, കോടതി ഭാഷയിൽ പറഞ്ഞാൽ ഫാബ്രിക്കേറ്റഡ് എവിഡൻസ് ആണ് അദ്ദേഹം ഉണ്ടാക്കിയിരിക്കുന്നത്. അതിനെന്താണ് വില എന്നുള്ളത് നിയമം അറിയാവുന്ന എല്ലാവർക്കും അറിയാം. നിയമം പിന്നെ അദ്ദേഹത്തിന് നിയമോപദേശം നൽകിയ കേരള ഹൈക്കോടതിയിലെ പ്രമുഖ അഭിഭാഷകനായ അഡ്വക്കേറ്റ് രാംകുമാർ സാർ ഞാൻ കൂടി പങ്കെടുത്ത ഒരു ചർച്ചയിൽ പറഞ്ഞു, CD ഇങ്ങനെ കൃത്രിമമായി ചവയ്ക്കപ്പെട്ട CD-കൾ സുപ്രീം കോടതി വിധി പ്രകാരം രാജ്യത്ത് നിലനിൽക്കുന്ന നിയമപ്രകാരം കോടതി തെളിവായി സ്വീകരിക്കില്ല എന്ന് പറഞ്ഞ വാചകം കൂടി ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. തീർച്ചയായും ആദ്യം തന്നെ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു. കാരണം ഈ യഥാർത്ഥ തെളിവുകൾ അന്വേഷണ സംഘത്തിനോ അല്ലെങ്കിൽ മറ്റൊരു ഏജൻസിക്കോ മുൻപിൽ നേരിട്ട് ഞാൻ നൽകില്ല, കാരണം അത് അട്ടിമറിക്കപ്പെടുമോ എന്നുള്ള വിശ്വാസമുള്ളത് കൊണ്ട് കോടതിക്ക് മാത്രമാണ് നൽകുന്നത്.
അല്ലെങ്കിൽ നൽകാൻ സാധ്യതയുള്ളത് എന്ന് പറഞ്ഞു. ഇവിടെ വിജിലൻസിന്റെ അപ്പീൽ പ്രകാരമാണ് എങ്കിൽ പോലും അദ്ദേഹം അത് കോടതിയിൽ നൽകിയ പുതിയ സാഹചര്യം കൂടി ആണ് ഉണ്ടായിരിക്കുന്നത്. ഇനിയും അതിന്റെ സാധുതകളടക്കം പരിശോധിക്കാനുണ്ട്. പക്ഷേ ഈ ശബ്ദരേഖയടക്കം ഫോറൻസിക് പരിശോധന നടത്തും. അതിന്റെ സത്യാവസ്ഥ കൂടി വരാനുണ്ട്. താങ്കൾ പറഞ്ഞൊരു പോയിന്റ് കൂടി വളരെ ശരിയാണ്. പക്ഷേ ഇവിടെ ഏറ്റവും ശ്രദ്ധേയമായത്, നിർണായകമായത്, ഇതേ സാഹചര്യത്തിൽ തന്നെയാണല്ലോ ധനമന്ത്രി കെ എം മാണി അടക്കമുള്ളവരെ, ധനമന്ത്രി കെ എം മാണിയെ പ്രതി ചേർത്ത് ഇവിടെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നതും അന്വേഷണം പുരോഗമിക്കുന്നതും കുറ്റപത്രമുടൻ സമർപ്പിക്കാൻ പോകുന്നതും. ഈ പുതിയ സാഹചര്യത്തിൽ, ആരോപണം ഉന്നയിച്ച സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ മകന്റെ പേര് കൂടി, ആ തെളിവ് കൂടി നൽകിയിട്ടുണ്ട്, ഉൾപ്പെടുത്തി കേസ് രജിസ്റ്റർ ചെയ്യേണ്ടതല്ലേ? പുതിയ സാഹചര്യം നിയമവശം ഉരുത്തിരിയുന്നില്ലേ? നിങ്ങൾ പറഞ്ഞതിന്റെ ഒരു വിനയപൂർവ്വം ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഉന്നയിക്കപ്പെട്ട ആരോപണത്തിൽ കഴമ്പുണ്ടോ എന്ന പരിശോധന നടത്താൻ വേണ്ടിയാണ്, അല്ലാതെ കേസ് സ്ഥിരീകരിക്കപ്പെട്ടതിന് ശേഷമല്ല. ആ ഒരു സുപ്രീം കോടതി വിധി അനുസരിച്ച് 2013 നവംബറിലെ സുപ്രീം കോടതി വിധി, മീനാകുമാരി കേസ് സ്റ്റേറ്റ് ഓഫ് UP എന്ന വിധി പ്രകാരം പിന്നെ കേസ് അന്വേഷണത്തിന് FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തണം എന്ന നിഗമനത്തിന്റെ അടിസ്ഥാനത്തിൽ, നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് FIR രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടക്കുകയാണ്. ആ അന്വേഷണത്തിന്റെ പൂർത്തീകരണം വരെ കാത്തിരിക്കാനുള്ള സഹിഷ്ണുത എല്ലാവരും കാണിക്കണം. ആ കാര്യത്തിൽ അതിനു മുമ്പ് കുറ്റവിചാരണ നടത്തി ശിക്ഷ വിധിക്കാനുള്ള പിന്നെ അമിതമായ പരിധി വിട്ട ഔത്സുക്യം പ്രകടിപ്പിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കാനായിട്ടുള്ളത്. അതിനുവേണ്ടിയുള്ള സാവകാശം പ്രകടിപ്പിക്കുക, അന്വേഷണ സംഘത്തെ, അന്വേഷണ ഏജൻസിയെ, കോടതിയെ സമീപിക്കാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കുമുണ്ട്. നിയമപരമായി ബാധ്യതയുള്ള ആളുകളെ സംബന്ധിച്ച് അതാണ് ചെയ്യേണ്ടത്. നിയമപരമായി അഴിമതി ആരോപണം ഉന്നയിക്കപ്പെട്ടാൽ അത് തെളിയിക്കാനുള്ള ബാധ്യത അഴിമതി ആരോപണം ഉന്നയിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതിവിടെ ഒളിച്ചു കളിക്കുകയാണ്, അവിടുന്ന് ഒളിച്ചോടുകയാണ്. അന്വേഷണ സംഘത്തിന്റെ മുമ്പാകെ ഞാൻ തെളിവ് കൊടുക്കില്ല, ഞാൻ കേന്ദ്ര ഏജൻസി വന്നെങ്കിലേ തെളിവ് കൊടുക്കൂ. ഇതൊക്കെ ആരുടെ മുമ്പിൽ വില പോകുന്ന കാര്യമാണ്. ഏത് നിയമം അനുശാസിക്കുന്ന ഏത് രാജ്യത്ത് നിലനിൽക്കുന്ന കാര്യമാണ്. ആ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമ സംവിധാനങ്ങൾക്ക് വിധേയമായി പ്രവർത്തിക്കാനുള്ള ബാധ്യത എല്ലാ ആളുകളെയും സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അങ്ങനെയെങ്കിൽ അന്വേഷണ സംഘത്തിന്റെ മുമ്പാകെ തെളിവുകൾ ഹാജരാക്കാൻ കഴിയണം, അന്വേഷണ സംഘത്തോട് സഹകരിക്കാൻ കഴിയണം, അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ കഴിയണം. അല്ല, ഇതുവരെ അദ്ദേഹം, ശ്രീ ജോസഫ് എം പുതുശ്ശേരി, ഇതുവരെ അന്വേഷണ സംഘവുമായി എന്ത് വിയോജിപ്പാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്? എന്ത് സഹകരണമില്ലായ്മയാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്? അദ്ദേഹം തന്നെ പ്രഖ്യാപിച്ചത് കൈരളിയടക്കം വലിയ പ്രാധാന്യത്തോടു കൂടി റിപ്പോർട്ട് ചെയ്തത് മറന്നുകൊണ്ട് എങ്ങനെ ഈ ചോദ്യം ഉന്നയിക്കാൻ കഴിയുന്നു എന്നെ അത്ഭുതപ്പെടുത്തുന്നു. ഞാൻ ഈ അന്വേഷണ സംഘത്തിന്റെ മുമ്പാകെ തെളിവ് കൊടുക്കില്ല, ഞാൻ ഈ അന്വേഷണ സംഘത്തോട് സഹകരിക്കില്ല, എനിക്ക് വിശ്വാസമില്ല. കാരണം എന്താണ്? കയ്യിൽ ഒരു നാടൻ, ഞങ്ങളുടെ നാട്ടിലൊക്കെ ഒരു ഭാഷയുണ്ട്, കയ്യിലൊരു പൂക്കച്ചളയുമില്ല എന്ന്. അന്വേഷണം ആരോപണം ഉന്നയിച്ച് ഒക്ടോബർ 1 എന്റെ കയ്യിൽ എല്ലാ തെളിവുകളും ഉണ്ട് എന്ന് പറഞ്ഞ ബിജു രമേശ്. ശ്രീ ജോസഫ് എം പുതുശ്ശേരി, ഈ ആരോപണം ഉന്നയിച്ചതിന്റെ ആദ്യഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞിരുന്ന ഒരു കാര്യം ഇതാണ്: അട്ടിമറിക്കപ്പെടാൻ സാധ്യതയുള്ളത് കൊണ്ട് എനിക്ക് വിശ്വാസമില്ല എന്ന്. പിന്നെ അദ്ദേഹം തന്നെ അത് തിരുത്തിയിരുന്നു. അന്വേഷണ സംഘവുമായി എല്ലാ തരത്തിലും സഹകരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. എല്ലാ തെളിവുകളും അദ്ദേഹം അന്വേഷണ സംഘത്തിന് നൽകിയിരുന്നു. അതിനപ്പുറമുള്ള തെളിവുകൾ കൂടിയാണ്, പറയാത്ത ചില കാര്യങ്ങൾ കൂടിയാണ്, അന്വേഷണ സംഘത്തോട് പറയാത്ത ചില കാര്യങ്ങൾ കൂടിയാണ് ഇന്ന് തിരുവനന്തപുരത്ത് മജിസ്ട്രേറ്റ് കോടതിയിലെത്തി അദ്ദേഹം പറഞ്ഞത്. അല്ലാതെ ഒരു നിസ്സഹരണം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് പിന്നീട് ഉണ്ടായിട്ടില്ലല്ലോ. ബിജു അന്വേഷണ സംഘത്തിന്റെ മുമ്പാകെ എല്ലാ തെളിവുകളും കൊടുത്തെങ്കിൽ അന്വേഷണം പൂർത്തിയാകട്ടെ, ഒരു സംശയമില്ലല്ലോ. അതിന് ഇത്രമാത്രം ഔത്സുക്യം പ്രകടിപ്പിക്കുന്നത് എന്തിനാണ്? അതെ, ഒരു ഔത്സുക്യവുമില്ല. മാധ്യമ വിചാരണയോ, ശ്രീ ജോസഫ് എം പുതുശ്ശേരി, മാധ്യമ വിചാരണയോ അത്തരത്തിലുള്ള ജഡ്ജ്മെന്റോ അല്ല ഇവിടെ നടക്കുന്നത്. മറ്റൊരു കാര്യം കൂടി, ഇതേ ആരോപണത്തിന്റെ പേരിൽ തന്നെയാണല്ലോ ധനമന്ത്രി കെ എം മാണിക്കെതിരെ FIR രജിസ്റ്റർ ചെയ്ത് കേസിട്ടതും അതിന്റെ കുറ്റപത്രം ഇനി വരാൻ പോകുന്നതും. കാരണം വളരെ ഗൗരവതരമായ ആരോപണമാണ് ഉന്നയിച്ചത്. വഴിവക്കിൽ നിന്ന് ആരെങ്കിലും ആരോപണം ഉന്നയിക്കുകയായിരുന്നില്ല. അതേ സാഹചര്യത്തിൽ തന്നെയാണ് അവസാന നിമിഷം വരെ, കോടതിയിലേക്ക് പോകാൻ തുടങ്ങുന്നതിന് മുൻപ് വരെ ഇക്കാര്യത്തിൽ തനിക്ക് മേൽ സമ്മർദ്ദമുണ്ടായിരുന്നു. ധനമന്ത്രി കെ എം മാണിയുടെ മകൻ ഇടപെട്ട് ഇക്കാര്യത്തിൽ വളരെ സജീവമായി ഇടപെടൽ നടത്തിയത് അടക്കം എന്ന് അദ്ദേഹം പറയുകയും ചെയ്തിരുന്നു. ആ സാഹചര്യം കൂടി 164 പ്രകാരം നൽകിയ സാഹചര്യത്തിൽ പുതിയ FIR എന്നതിനപ്പുറം കേസ് രജിസ്റ്റർ ചെയ്യേണ്ടതല്ലേ എന്ന നിയമപരമായ ഒരു ചോദ്യം കൂടി ഇവിടെ നിലനിൽക്കുന്നു. അത് ബിജു രമേശിന്റെ വാചകം വേദവാക്യമായി വിഴുങ്ങാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് സൗകര്യം നൽകുന്ന കാര്യമാണ്. അത് നിങ്ങൾക്ക് ആ സ്വീകാര്യത ഉണ്ടെങ്കിൽ നിങ്ങൾ അത് സ്വീകരിക്കുക. ബിജു രമേശ് ആരാണ്, ബിജു രമേശിന്റെ പശ്ചാത്തലം എന്താണ് എന്നൊക്കെ ഉള്ളത് തിരുവനന്തപുരത്തുള്ള എല്ലാവർക്കും അറിയാം. അതിനെക്കുറിച്ച് കൈരളി ഒരു അന്വേഷണം നടത്തിയാൽ അത് ബോധ്യപ്പെടും. ബിജു രമേശ് ഈ കാര്യത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ആരോപണം ഉന്നയിച്ചതിന് ശേഷം ആരോപണം സ്ഥിരീകരിക്കാൻ വേണ്ടി കൃത്രിമമായി ചമച്ചുണ്ടാക്കി ആരോപണ തീയതിക്ക് ശേഷം, ആരോപണ തീയതിക്ക് മുമ്പ് എന്റെ കയ്യിൽ ഉണ്ടെന്ന് പറഞ്ഞ ഒരു തെളിവ്
ഈ നിമിഷം വരെ ഇന്ന് കോടതിയിൽ ശരിയാണ് അന്തിമമായി ഇക്കാര്യങ്ങൾ ഫൈൻഡിങ്സ് കോടതി കണ്ടെത്തി ശിക്ഷ വിധിക്കുന്നത് പ്രകാരം വരെ ഈ ആരോപണ വിധേയർ തന്നെയാണ്. പക്ഷേ അതേ സാഹചര്യത്തിൽ തന്നെ പുതിയ 3 മന്ത്രിമാരുടെ പേരും ധനമന്ത്രി കെ എം മാണിയുടെ മകൻ ജോസ് കെ മാണി എംപിയുടെ പേരും കൂടി വരുമ്പോൾ ഈ അന്വേഷണ പരിധിയിൽ ഇതേ ഘട്ടത്തിലൂടെ ഇവരും കടന്നു പോകണ്ടേ എന്ന ലളിതമായ യുക്തി മാത്രമാണ് ഇവിടെ ഉന്നയിക്കപ്പെടുന്നത്. ഈ അന്വേഷണ ഘട്ടത്തിൽ ആരെയും പ്രതി ചേർത്ത് കൂടാ എന്ന നിയമവശം ഇല്ല എന്നുള്ളതും താങ്കൾക്ക് അറിവുള്ളതാണല്ലോ. ഞാൻ അങ്ങ് പറഞ്ഞ വാചകത്തിന് കൃത്യമായ ഒരു മറുപടി പറയാൻ ആഗ്രഹിക്കുന്നു. അങ്ങ് പറഞ്ഞു ആരോപണം ഉന്നയിക്കപ്പെടുന്നവർ ആരോപണ വിധേയർ തന്നെയാണ് എന്ന് പറയുന്നു. ഞാൻ അങ്ങയോട് പൂർണ്ണമായി വിയോജിക്കുന്നു. നിയമത്തിന്റെ അടിസ്ഥാന പ്രമാണം അങ്ങ് ദയവായി ഇനിയെങ്കിലും അങ്ങ് ആ അടിസ്ഥാന പ്രമാണം ഒന്ന് മനസ്സിലാക്കണം. Until and unless a case is proved, the presumption is that the person is innocent. ഇതൊക്കെ ഇന്ത്യൻ നിയമ പ്രക്രിയയുടെ അടിസ്ഥാന പ്രമാണമാണ്. ആ അടിസ്ഥാന പ്രമാണത്തെ കണ്ടില്ലെന്ന് നടിച്ച് ബോധപൂർവം തമസ്കരിച്ചുകൊണ്ട് നിങ്ങളടക്കമുള്ള ആളുകൾ നടത്തുന്ന ഈ കുറ്റവിചാരണ എന്നിലെത്തിക്കില്ല എന്ന് വിനയപൂർവ്വം സൂചിപ്പിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കും. ആരോപണ വിധേയൻ എന്നാണ് ഇപ്പോഴും ഞാൻ പറയുന്നത് എന്നങ്ങ് ശ്രദ്ധിക്കണം. ഞാൻ പറഞ്ഞത് ആരോപണം സ്ഥിരീകരിക്കപ്പെടുന്നത് വരെ നിയമത്തിന്റെ അടിസ്ഥാന പ്രമാണം അനുസരിച്ച് ആരോപണം സ്ഥിരീകരിക്കപ്പെടുന്നത് വരെ ആരോപണ വിധേയൻ ഇന്നസെന്റ് ആണ് എന്ന നിയമത്തിന്റെ അടിസ്ഥാന പ്രമാണം കോടതികളിൽ, സുപ്രീം കോടതിയിൽ, ഹൈക്കോടതിയിൽ, കേരളത്തിലെ നീതിന്യായ വ്യവസ്ഥകളിൽ അടിസ്ഥാന പ്രമാണമായി എഴുതി വച്ചിരിക്കുന്ന കാര്യം ആയിക്കോട്ടെ. ആരോപണം നേരിടേണ്ടി വരാത്തവൻ എന്ന് തന്നെയാണോ ഇപ്പോഴും അങ്ങ് ജോസഫും എനിക്ക് ഖേദമുണ്ട്. ആരോപണം നേരിടേണ്ടി വരാത്തവൻ എന്നാണോ അങ്ങ് ഇപ്പോഴും മാണിയെ വിശേഷിപ്പിക്കുന്നത്? ആരോപണമാണ്. ആരോപണം കുറ്റവാളിയല്ല. നിയമ സംവിധാനത്തിൽ 3 ഘട്ടങ്ങളാണുള്ളത്. ഒരു പരാതി ആരോപണം ഉന്നയിക്കപ്പെട്ടാൽ ആരോപിതൻ മാത്രമാണ്. അന്വേഷണം നടത്തി വിചാരണ കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുന്ന അവസരത്തിൽ മാത്രമാണ് പ്രതിയായി കുറ്റവാളിയായി ഒരാൾ മാറുന്നത്. അത് കോടതി വിചാരണ ചെയ്ത് സ്ഥിരീകരിക്കപ്പെട്ട് ശിക്ഷിക്കപ്പെട്ടാൽ മാത്രമാണ് ഒരാള് കുറ്റവാളിയായി മാറുന്നത്. അതിനു മുമ്പ് ഒരാളെ ആരോപണം ഉന്നയിച്ചിരിക്കുന്ന ഘട്ടത്തിൽ ഒരാളെ ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ശ്രീ VS അച്യുതാനന്ദൻ അന്വേഷണം പൂർത്തിയാക്കി വിചാരണ കോടതിയിൽ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്ന കേസിലെ പ്രതിയാണ്. അത് നിങ്ങൾ എന്തുകൊണ്ട് തമസ്കരിക്കുന്നു? പ്രതി വിചാരണ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന കുറ്റപത്രത്തിൽ പ്രതിയായി നിൽക്കുന്ന പ്രതിപക്ഷ നേതാവിന്റെ കാര്യം നിങ്ങൾ തമസ്കരിക്കുന്നു. ശ്രീ ജോസഫും പുതുശ്ശേരി, ഒന്നും തമസ്കരിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അതാത് ചർച്ചകൾ വരുമ്പോൾ അവസരോചിതമായി അത് വളരെ കൃത്യമായി ചർച്ച ചെയ്യാറുള്ളതാണ്. അത് സസൂക്ഷ്മം നിരീക്ഷിക്കുന്ന താങ്കൾക്ക് മനസ്സിലാവും. മറ്റൊന്ന്, ഈ കെട്ടിച്ചമച്ചതാണ് ആരോപണങ്ങൾ എന്നൊക്കെ വളരെ സജീവമായി ഉന്നയിച്ചിരുന്നത് നിങ്ങളാണല്ലോ. പക്ഷേ എന്തുകൊണ്ടാണ് ബിജു എതിരെയുള്ള നിയമ നടപടികൾ നിങ്ങൾ തന്നെ പിന്നോക്കം പോയത്? അയ്യോ, ഞാൻ അങ്ങയുടെ ഈ ചോദ്യം എന്നെ വളരെയേറെ അത്ഭുതപ്പെടുത്തുന്നു. ഇത് ഒരു മാധ്യമ പ്രവർത്തകന്റെ ഒരു എന്താ പറയുന്ന ഇൻഫർമേഷൻ പോലും നിങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്ന് പറയുന്നത് എന്നെ വേദനിപ്പിക്കുന്നു. മാണി സാറ് കോടതിയിൽ കേസ് ഫയൽ ചെയ്തത് കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളിലും വലിയ വാർത്തയായി റിപ്പോർട്ട് ചെയ്തതാണ്. ഞങ്ങൾ പിന്നോക്കം പോയി എന്ന് അങ്ങ് എവിടെ നിന്ന് എങ്ങനെ മനസ്സിലാക്കി എന്നുള്ളത് എന്നെ അത്ഭുതപ്പെടുത്തുന്നു എന്ന് പറയേണ്ടി വന്നതിൽ എനിക്ക് വിഷമമുണ്ട്. തീർച്ചയായും. എന്തായാലും കേസ് കൊടുത്തത് എവിടുന്നാണ്, ഏത് ഘട്ടം കഴിഞ്ഞതിന് ശേഷമാണ് എന്നതൊക്കെ കേരളത്തിലെ ജനങ്ങൾ കണ്ടതാണ്. അത് വളരെ വിശദമായി ചർച്ച ചെയ്യേണ്ടതുമാണ്. എന്തായാലും വളരെയധികം നന്ദി ജോസഫ്. അതിനോട് ഒരു മറുപടി കൂടെ പറയട്ടെ. ഒരു ഘട്ടവും കഴിഞ്ഞില്ല ഈ കാര്യത്തിൽ. അതെ, കാരണം മാനനഷ്ട കേസ് കൊടുക്കും എന്ന് ഇന്ത്യൻ നിയമവ്യവസ്ഥ അനുവദിക്കുന്ന സമയപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട്, നിയമവ്യവസ്ഥ അങ്ങനെ ഒരു സമയം അനുവദിക്കുന്നത് ഇത്രാം തീയതി കൊടുക്കണമെന്ന് പറയുന്നത് കൊണ്ടല്ലല്ലോ. അത് വേറെ ആരെങ്കിലും കാഴ്ചക്കാർ തീരുമാനിക്കേണ്ട കാര്യമല്ലല്ലോ. മാനനഷ്ട കേസ് കൊടുക്കാൻ ഇന്ത്യൻ നിയമവ്യവസ്ഥ അനുവദിക്കുന്ന സമയപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ആ നിയമ നടപടിയുമായി മുന്നോട്ട് പോയി എന്നുള്ളത് എല്ലാവർക്കും ബോധ്യമുള്ള അതെ, ആ ബോധ്യമുള്ള കാര്യം ഒരു കാര്യം കൂടി ഞാൻ അങ്ങയെ ഓർമ്മിപ്പിക്കുകയാണ്. യഥാർത്ഥത്തിൽ എത്ര നാളിന് ശേഷമാണ് ഈ നിയമ നടപടി നിങ്ങളുടെ ഭാഗത്തുനിന്ന് പേരിനെങ്കിലും ഉണ്ടായിട്ടുള്ളത്? മാനനഷ്ട കേസ് എന്ന് പറഞ്ഞ് ഒരുപാട് നടന്നു. അതിനുശേഷം എനിക്ക് തോന്നുന്നു കോട്ടയത്ത് വെച്ചാണ് എന്ന് അവരെ അധികം പ്രവോക്ക് ചെയ്യേണ്ട എന്ന് പറഞ്ഞ് ധനമന്ത്രി KM മാണി തന്നെ PJ ജോസഫിന്റെ ചെവിയിൽ പറഞ്ഞതൊക്കെ നാട്ടുകാർ കണ്ടതാണല്ലോ. ജോസഫ് പുതുശ്ശേരി, ഞാൻ പറഞ്ഞതിൽ നിന്ന് ശ്രദ്ധ തിരിക്കരുത്. എന്ത് ശ്രദ്ധയാണ് ഞാൻ തിരിച്ചത്? ഇത് പറഞ്ഞിട്ടില്ലേ ഈ കാര്യം താങ്കൾ സ്പഷ്ടമായി പറയൂ. അതായത് അവരെ അധികം പ്രകോപിപ്പിക്കേണ്ട എന്ന് വളരെ കൃത്യമായി ധനമന്ത്രി കൃത്യമായി PJ ജോസഫിന്റെ ചെവിയിൽ പറഞ്ഞതല്ലേ? ഞാൻ അതിനാണ് പറഞ്ഞത്. ആ KM മാണിയാണ്
ബിജു രമേശിനെതിരായി അങ്ങ് സംസാരിച്ച മാനനഷ്ട കേസ് കൊടുത്ത് എപ്പോഴാണ് എന്ന് എന്നോട് ചോദിച്ച് ഇന്ത്യ നിയമവ്യവസ്ഥ അനുസരിച്ചാണ്. അങ്ങനെയാണെങ്കിൽ ആ നിയമവ്യവസ്ഥ ഒരു പൗരന് നൽകുന്ന നിയമപരമായ സമയപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ആ നിയമ നടപടിയായി മുന്നോട്ട് പോയി എന്നുള്ളത് എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ്. അവരെ അധികം പ്രവോക്ക് ചെയ്യരുത്, പ്രകോപിപ്പിക്കരുത് എന്ന് പറഞ്ഞത് എന്തിനായിരുന്നു അന്ന് കോട്ടയത്ത് വെച്ച്? കേസ് കൊടുത്തതിന് ശേഷം അതിൽ നിന്ന് പിന്നോക്കം പോയില്ലേ എന്ന് താങ്കൾ ചോദിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ശ്രീ ജോസഫ് പുതുശ്ശേരി, എന്റെ ഈ ഒരൊറ്റ ചോദ്യത്തിന് അങ്ങ് ഉത്തരം തന്നാൽ മതി. എന്തിനാണ് അന്ന് ധനമന്ത്രി കെ.എം. മാണി പി ജെ ജോസഫിന്റെ ചെവിയിൽ വളരെ രഹസ്യമായി പറഞ്ഞത് അവരെ അധികം പ്രകോപിപ്പിക്കേണ്ട എന്ന്? നിങ്ങൾ ആരെയാണ് ഭയക്കുന്നത്? താങ്കൾ പ്രവേശിക്കുന്ന ഉത്തരം പറയാനായിട്ട് അല്ലല്ലോ ഞാൻ ഇരിക്കുന്നത്. അധികം വിശദീകരണം താങ്കളുടെ ഭാഗത്തു നിന്ന് വേണം എന്ന് ആഗ്രഹിക്കുന്നില്ല. താങ്കൾക്ക് പറയാനുള്ളത് വളരെ സമഗ്രമായി പറഞ്ഞത് കേൾക്കുകയും ചെയ്തു. എന്തായാലും താങ്കൾ പറഞ്ഞത് വളരെ കൃത്യമായി അത് നാട്ടുകാർക്ക് മനസ്സിലാവുകയും ചെയ്തു. ഒരു ഇടവേള കൂടി. 30 പേജുള്ള മൊഴിയാണ് മജിസ്ട്രേറ്റിന് നൽകിയത് എന്ന് ബിജു രമേശ്. ശബ്ദരേഖ മാത്രമല്ല മറ്റ് തെളിവുകളും മജിസ്ട്രേറ്റിന് കൈമാറി എന്നും ബിജു രമേശ് പറഞ്ഞു. ബാർക്കോഴയിൽ മന്ത്രി മാണിയുടെ മകൻ ജോസ് കെ മാണി സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്ന CD-യും മജിസ്ട്രേറ്റിന് കൈമാറി എന്നാണ് ബിജു രമേശ് പറഞ്ഞത്. ഉപ്പ് തിന്നവർ വെള്ളം കുടിച്ചേ മതിയാകുമെന്നും അദ്ദേഹം പ്രതികരിക്കുകയുണ്ടായി. എക്സൈസ് മന്ത്രി കെ ബാബു ഉൾപ്പെടെ 3 മന്ത്രിമാരുടെ പേരുകൾ മജിസ്ട്രേറ്റിന് മുൻപാകെ നൽകിയിട്ടുണ്ടെന്ന് ബിജു രമേശ് പറയുകയും ചെയ്തു. എക്സൈസ് മന്ത്രിയുടെ പേര് അദ്ദേഹം മാധ്യമങ്ങളോടായി എടുത്തു പറയുകയും ചെയ്തു. രാജു എബ്രഹാം അദ്ദേഹം കൂടി നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ഒപ്പം D. സുഗതൻ. ആദ്യം രാജു എബ്രഹാം, എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഹാർഡ് ഡിസ്കിൽ കൂടുതൽ പേരുകളുണ്ട് എന്നുള്ള വിവരം ബിജു രമേശ് നേരത്തെ തന്നെ പറഞ്ഞിരുന്നതാണ്. അന്ന് ഭരണകക്ഷിയിലെ ചില നേതാക്കന്മാർ അങ്ങനെയാണെങ്കിൽ അത് പുറത്തുവിടണം എന്ന രൂപത്തിൽ വെല്ലുവിളിക്കുകയുണ്ടായി. ഈ ബിജു രമേശിന്റെ കയ്യിൽ തെളിവുകളൊന്നുമില്ല എന്ന് സ്ഥാപിക്കാനായിരുന്നു ഇവരുടെ പരിശ്രമം. ഇപ്പൊ ഇന്നത്തെ ഹാർഡ് ഡിസ്ക് സമർപ്പിച്ചതിലൂടെ ബിജു രമേശ് തന്റെ സത്യാവസ്ഥ ലോകത്തിന്റെ മുമ്പിൽ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ജോസ് കെ മാണി അദ്ദേഹമാണ് ഇതിന്റെ മുഖ്യ സൂത്രധാരകൻ, ഈ ബാർക്കോഴ കേസ് മുഖ്യ സൂത്രധാരകൻ എന്ന നിലയിൽ. അതോടൊപ്പം തന്നെ കേസുകൾ ഒതുക്കി തീർക്കാൻ വേണ്ടി രംഗത്തിറങ്ങിയ പ്രധാനപ്പെട്ട വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ പങ്ക് ഇപ്പോൾ നേരിട്ട് തെളിവായിരിക്കുകയാണ്. ഇത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അപമാനകരമായ അവസ്ഥയിലൂടെയാണ് കാര്യങ്ങൾ പോകുന്നത്. കെ മാണി മാത്രമല്ല, കോൺഗ്രസിന്റെ 6 മന്ത്രിമാർ ഈ കോഴക്കേസിൽ നേരിട്ട് പണം വാങ്ങിയിട്ടുണ്ട് എന്നുള്ള വിവരം നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. അതിൽ 3 ആളുകളുടെ പേരുകളാണ് കഴിഞ്ഞ ദിവസം ചെറിയ രൂപത്തിൽ പുറത്തു വന്നത്. എന്തായാലും ഹാർഡ് ഡിസ്ക് സമർപ്പിക്കുന്നതിലൂടെ 3 പേർ മാത്രമല്ല 6 പേരുടെയും പേരുകൾ പുറത്തു വരും എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഓല കൊടുത്ത ആളുകൾ ഞങ്ങൾ തന്നെ പണം കൊടുത്തു എന്നുള്ള വെളിപ്പെടുത്തൽ. അത് വെളിപ്പെടുത്തുന്ന ആളുകൾ സാധാരണക്കാരല്ല, കോടിക്കണക്കിന് രൂപ ക്രയവിക്രയം നടത്തുന്ന ആളുകളാണ് എന്നുള്ളതൊരു പ്രത്യേകതയാണ് എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. അപ്പൊ ഇതെല്ലാം കണക്കിലെടുക്കുമ്പോൾ സോളാർ കേസിന് ശേഷം ഏതാണ്ട് സോളാർ കേസിനോട് ഒപ്പം നിൽക്കുന്ന ഏറ്റവും വലിയ ഒരു കുംഭകോണ സംഭവമായി ബാർക്കോഴ കേസ് മാറുകയാണ്. പക്ഷെ ഇവിടെ ഏറ്റവും വലിയ നാണക്കേട് എന്ന് പറയുന്നത് കള്ളന്മാരുടെ ഒരു സംഘമായി ഈ മന്ത്രിസഭ മാറിയിട്ടും യാതൊരു കുലുക്കവുമില്ലാതെ, ഉളുപ്പില്ലാതെ, അറപ്പില്ലാതെ കേരളത്തിലെ സമൂഹ മനസാക്ഷിയുടെ മുമ്പിൽ ഒരു ചോദ്യചിഹ്നമായി ഇപ്പോഴും നാണമില്ലാതെ നിൽക്കാനാണ് ഈ മന്ത്രിമാർ ശ്രമിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും അപഹാസ്യമായി നമുക്ക് കാണാൻ കഴിയുന്നത്. തീർച്ചയായും തുടരുക രാജു എബ്രഹാം. അഡ്വക്കേറ്റ് D. സുഗതൻ അദ്ദേഹം കൂടി നമുക്കിപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ശ്രീ D. സുഗതൻ, ഇതുവരെ പുറത്ത് പറയാതിരുന്ന അല്ലെങ്കിൽ വിജിലൻസിനോട് പറഞ്ഞതിനും അപ്പുറമുള്ള ചില കാര്യങ്ങൾ കൂടി അദ്ദേഹം ഇന്ന് ക്രിമിനൽ നടപടിച്ചട്ടം 164 പ്രകാരം മജിസ്ട്രേറ്റിന് മുന്നിൽ രഹസ്യമൊഴിയായി നൽകുമ്പോൾ ഈ കേസിൽ പുതിയ ഏതെങ്കിലും സാഹചര്യം ഉരുത്തിരിഞ്ഞു വരുന്നുണ്ടോ? കേസിന്റെ നാൾവഴി ഒന്ന് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. നേരത്തെ ബിജു രമേശ് തെരുവിൽ പറഞ്ഞ ചില കാര്യങ്ങൾ ഒരു പരാതിയാക്കിക്കൊണ്ട് പ്രതിപക്ഷ നേതാവ് ഒരു പരാതി എഴുതി വിജിലൻസ് ഡയറക്ടർ കൊടുത്തു. അങ്ങനെയാണ് ഈ കേസ് ഉണ്ടാകുന്നത്. അത് ക്വിക്ക് വെരിഫിക്കേഷനായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് വിജിലൻസ് എൻക്വയറി അല്ല. അതിന്റെ ഭാഗമായിട്ട് FIR എടുക്കേണ്ടി വന്നത് ലളിതാകുമാരി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് UP എന്ന കേസിലെ സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിലുള്ള രജിസ്ട്രേഷൻ പ്രകാരമാണ്. അത് വിധിച്ചത് നമ്മുടെ ഗവർണറാണ്.
നമ്മുടെ കേരള ഗവർണർ സുപ്രീം കോടതി ജഡ്ജിയായിരുന്ന കാലം, ചീഫ് ജസ്റ്റിസ് ആയിരുന്ന കാലം അദ്ദേഹം വിധിച്ചൊരു വിധിയാണ്. അതുകൊണ്ട് FIR എടുക്കേണ്ടി വന്നു. അത് കോടതിക്ക് അയച്ചു. അതിൽ തെളിവ് കൊടുക്കുകയാണ് ബിജു രമേശ്. അതെല്ലാം ഈ കൊടുത്ത തെളിവെല്ലാം ഇലക്ട്രോണിക് എവിഡൻസ് ആണ്, ഇലക്ട്രോണിക് മീഡിയ എവിഡൻസ് ആണ്. അത് എവിഡൻസ് ആക്ട് 65B പരിധിയിൽ വരുന്നതാണ്. അത് നിലനിൽക്കുന്നതല്ല. ഇതൊന്നും നിലനിൽക്കില്ല. ഇവർക്ക് ആർക്കും നിയമം അറിഞ്ഞുകൂടല്ലോ, അതല്ലേ പ്രശ്നം. ഇവരിലെ ഈ പബ്ലിസിറ്റിക്ക് വേണ്ടി, ഈ പോപ്പുലാരിറ്റിക്ക് വേണ്ടി മീഡിയ മാനെയാണ് ഇതൊക്കെ. അതെ, ഒരു സുപ്രഭാതത്തിൽ വന്ന് കേരളത്തിൽ ഏറ്റവും പ്രപഞ്ചനായ 50 വർഷം രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഒരു മന്ത്രിക്കെതിരെ ആരോപണം ഉന്നയിക്കുകയാണല്ലോ. നിയമം അറിയാത്തവരാണ്, ശരിയാണ്? അതെ, ബ്ലാക്ക് മെയിലിംഗ് ആണ്. അതെ. രാജു അബ്രഹാം, ശ്രീ രാജു അബ്രഹാം, താങ്കൾ ടെലിഫോൺ ലൈനിലുണ്ടോ? അതെ 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 അതെ. അഡ്വക്കേറ്റ് ഡി സുഗതൻ പറഞ്ഞത് താങ്കൾ കേട്ടോ? എന്റെ ലളിതമായ യുക്തി ഇങ്ങനെയാണ്. കാരണം നിയമം അറിയാത്തവരാണ് ഇതൊക്കെ ഉന്നയിച്ചത്. ഇത്രത്തോളം പാരമ്പര്യമുള്ള, 50 വർഷത്തോളം പാരമ്പര്യമുള്ള അല്ലെങ്കിൽ പരിണിതപ്രജ്ഞരായ മന്ത്രിമാർക്ക് എതിരെ വളരെ സിമ്പിളായി ആരോപണങ്ങൾ ഉന്നയിക്കുകയായിരുന്നു എന്നാണ് വളരെ ലാഘവത്തോടെ അഡ്വക്കേറ്റ് ഡി സുഗതൻ പറഞ്ഞത്. അല്ല, ഇതേ സമീപനമാണ് പണ്ട് സോളാർ കേസിൽ സരിതയെ അറിയാമോ എന്ന് ചോദിച്ചപ്പോൾ അറിയത്തില്ല എന്നും, പിന്നീട് തെളിവുകൾ വന്നപ്പോൾ അറിയാം എന്നും, അതോടൊപ്പം തന്നെ ബിജു രാധാകൃഷ്ണനെ അറിയത്തില്ല എന്നും, പിന്നീട് ഓഡിയോ പുറത്തു വന്നപ്പോൾ ബിജു രാധാകൃഷ്ണനെ എനിക്ക് അറിയാം, ഞാൻ 1 മണിക്കൂർ സംസാരിച്ചു എന്നും കേരളത്തിന്റെ മുന്നിൽ പരിതപിക്കേണ്ടി വന്ന ഒരു മുഖ്യമന്ത്രിയുടെ കീഴിൽ ഉള്ള മന്ത്രിമാർ, അതോടൊപ്പം തന്നെ അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാരും ഇതേപോലെയുള്ള സംസാരം ഇനിയും നടത്തും. പക്ഷെ അതൊക്കെ കേരളത്തിലെ ഒരു പൊതുസമൂഹത്തിന്റെ മുമ്പിൽ എങ്ങനെയാണ് നിൽക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇതെല്ലാം തെളിവുകളാണ്. ആ തെളിവുകൾ കാര്യമാത്ര പ്രസക്തമല്ല എന്ന രൂപത്തിലേക്ക് നമ്മൾ ചർച്ച ചെയ്താൽ അത് സ്വയം ആശ്വസിക്കാൻ മാത്രമേ ഉപകരിക്കുകയുള്ളൂ എന്നുള്ളതാണ് പ്രധാനം. അഡ്വക്കേറ്റ് ഡി സുഗതൻ, താങ്കൾ പറഞ്ഞ ഇതേ സാഹചര്യത്തിൽ തന്നെ ആയിരുന്നല്ലോ ധനമന്ത്രി KM മാണിക്കെതിരെയും കേസെടുത്തത്. ഇപ്പോൾ പുതിയ വെളിപ്പെടുത്തൽ എന്ന് പറയാനാവില്ല. ഇന്ന് എക്സൈസ് മന്ത്രിയുടെ പേരാണ് അദ്ദേഹം പരസ്യമായി പറഞ്ഞത്. നേരത്തെ 3 പേരുകൾ വളരെ സജീവമായി ഉയർന്നു വന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അവരും ഇതേ പ്രക്രിയയ്ക്ക് വിധേയരാവേണ്ടത് അതല്ലേ? ഈ കേസിലെ വാദി ആരാണ്? ഹു ഈസ് ദ കംപ്ലൈനന്റ്? ഈ കേസിലെ വാദി പ്രതിപക്ഷ നേതാവാണ്. അദ്ദേഹമാണ് പരാതി കൊടുത്തത്. ബിജു രമേശിന്റെ റോൾ എന്താണ്? അദ്ദേഹം സാക്ഷിയാണോ അതോ വാദിയാണോ? ഓരോ ദിവസം ഓരോന്ന് പറയുകയാണ്. ഇതൊന്നും നിയമപരമായി യാതൊരു സാധുതയുമില്ല. വളരെ കഷ്ടപ്പെട്ട് കൈരളി പീപ്പിൾ കൊണ്ടുവന്ന ഒരു കേസ്, ഒരു വിസ്ഫോടനമായിരുന്നു സോളാർ കേസ്. എന്തായാലും അതിന്റെ സ്ഥിതി? ആരും തെളിവ് കൊടുക്കാറുണ്ടായില്ല. അപ്പൊ ഇതെല്ലാം കൊണ്ടുവരുന്നതെന്ന് മനസ്സിലാക്കാം. ഈ കേസുകളും പിന്നെ കൈരളി പീപ്പിളാണ് കൊണ്ടുവന്നത്. തെളിവുകൾ വേണ്ടേ? ഒരു കേസിൽ 2 പ്രോസിക്യൂഷൻ സാധ്യമല്ല. ഇത് ഡബിൾ ജോപ്പാടി എഗൻസ്റ്റ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. എനിക്ക് നിയമം അറിയാം. 45 കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉള്ള ലോയറാണ് ഞാൻ. ഇത് ശരിയല്ല, നിയമപരമായി നിൽക്കില്ല. ശ്രീ രാജു അബ്രഹാം, ഇത് നിയമപരമായി നിൽക്കില്ല, ഇതിനൊന്നും യാതൊരു തരത്തിലുള്ള സാധുതയുമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ദിവസത്തെ അന്വേഷണം വിജിലൻസിന്റെ സ്പെഷ്യൽ വിഭാഗം നടത്തിയപ്പോൾ വ്യക്തമായ തെളിവുകൾ, ആ തെളിവുകൾ കിട്ടിയിട്ട് മാത്രമാണ് അവര് ഒരു FIR രജിസ്റ്റർ ചെയ്തത്. അപ്പോൾ അങ്ങനെയുള്ള FIRന് നിലനിൽപ്പില്ല എന്നെന്റെ സുഹൃത്ത് ശ്രീ ഡി സുഗതൻ പറഞ്ഞതിൽ എനിക്ക് അത്ഭുതം തോന്നുകയാണ്. കാരണം 42 ദിവസം അവരെന്തിനാണ് അന്വേഷണം നടത്തിയത്? പണം കൊണ്ടുകൊടുത്ത ആളുകൾ, ആ കൊണ്ടുകൊടുത്തു എന്ന് പറഞ്ഞ ആരോപണത്തെ ബലപ്പെടുത്തുന്ന തെളിവുകൾ, ആ തെളിവുകളാണ് അവർ ആ സംഭവ സ്ഥലത്ത് ഉണ്ടായിരുന്നോ എന്നുള്ള രൂപത്തിലേക്ക്, അത് മൊബൈൽ ടവറിന്റെ അടിസ്ഥാനത്തിലാണെങ്കിലും അങ്ങനെയുള്ള എല്ലാ വ്യക്തമായ തെളിവുകളാണ് അവർ ഇവിടെ നമ്മുടെ വിജിലൻസ് പോലീസിന്റെ മുമ്പാകെ കിട്ടിയിരിക്കുന്നത്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു FIR രജിസ്റ്റർ. അല്ലെങ്കിൽ അവർ FIR രജിസ്റ്റർ ചെയ്യത്തില്ല. പ്രത്യേകിച്ചും ഒരു മന്ത്രിക്ക് എതിരായിട്ട് അവരൊരിക്കലും FIR രജിസ്റ്റർ ചെയ്യുകയില്ല. അതാണ് പ്രധാനപ്പെട്ടത്. പിന്നെ സോളാർ കേസിന്റെ കാര്യം അദ്ദേഹം സൂചിപ്പിച്ചത് ശരിയല്ല. സോളാർ കേസിൽ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ, ഞങ്ങള് 10ഓളം 7-8 MLA-മാർ ഞങ്ങൾ സോളാർ കമ്മീഷന് മുമ്പാകെ ഇതിനോടകം തന്നെ തെളിവുകൾ സമർപ്പിച്ചു കഴിഞ്ഞു. അവിടെ ഇതിന് ഉപോത്ബലകമായ നിരവധി തെളിവുകളാണ് ഞങ്ങളിപ്പോൾ സമർപ്പിച്ചിരിക്കുന്നത്. വിവരാവകാശ നിയമപ്രകാരം എനിക്ക് ഇന്നലെ കിട്ടിയിരിക്കുന്ന ഒരു വിവരം, ഞാൻ തെളിവ് സമർപ്പിക്കാൻ പോവുകയാണ് വരുന്ന ദിവസം. അതായത് സരിത 21 പേജുള്ള കുറിപ്പ് എഴുതി എന്നുള്ളത് പത്തനംതിട്ട ജയിൽ സൂപ്രണ്ട്
മുമ്പാകെ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള വിവരാവകാശ രേഖ പ്രകാരം എനിക്ക് നൽകിയിരിക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ള തെളിവുകൾ സോളാർ കമ്മീഷന് മുമ്പാകെ നൽകുകയാണ്. അപ്പോൾ അതിനകത്തൊന്നും ആരും പുറമോട്ട് പോകുന്നില്ല, തെളിവ് കൊടുക്കാൻ പോലും ആളില്ല എന്നൊക്കെ പറയുന്ന രൂപത്തിൽ ഇതിനെ നിസ്സാരവൽക്കരിക്കരുത് എന്നുള്ള ദയവ് ചെയ്തുള്ള ഒരു അഭ്യർത്ഥനയാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ പുതിയ സാഹചര്യത്തിൽ പുതിയ വെളിപ്പെടുത്തൽ എന്ന് പറയാൻ സാധിക്കില്ല എങ്കിൽ പോലും 164 പ്രകാരം ഈ ആരോപണ വിധേയർക്കെതിരെയും കേസ് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്, കേസെടുക്കേണ്ടതാണ് എന്ന നിയമ സാഹചര്യം കൂടി ഉണ്ടാകുന്നുണ്ടോ രാജു അബ്രഹാം? ഒരിക്കലുമില്ല. കാരണം ഇത് വളരെ വ്യക്തമായിട്ടുള്ള തെളിവുകളാണ് ബിജു രമേശ് ഇവിടെ നൽകിയിരിക്കുന്നത്. 164 പ്രകാരം ഇതിനു മുമ്പും പോലീസ് കേസെടുത്തിട്ടുണ്ട്. അതൊന്നും ഇല്ലാതായി പോകുന്നില്ല. മലയിൽ ശ്രീധരൻ നായരുടെ കേസിനകത്ത് 164 പ്രകാരമാണ് മൊഴിയെടുത്ത് ആ കേസ് വളരെ ഊർജിതമായി തന്നെ നടക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ മൊഴി അദ്ദേഹത്തിന് നിലനിൽപ്പുള്ള എവിഡൻസ് കൂടി കൊടുത്തു കഴിയുമ്പോൾ സ്വാഭാവികമായും വളരെ ഗൗരവത്തോടു കൂടി തന്നെ അതിന്റെ കേസിന്റെ രൂപം മാറാൻ പോവുകയാണ്. അതോടൊപ്പം തന്നെ ബാറിന്റെ ഉടമകൾ ആരും മൊഴി കൊടുത്തിട്ടില്ല എന്നുള്ള രൂപത്തിലേക്ക് നേരത്തെ പറഞ്ഞിരുന്നു. ഇപ്പോൾ ബാറിന്റെ ഉടമകളിൽ 5 ആളുകൾ, ആ 5 ആളുകൾ പ്രധാനമായും കോൺഗ്രസിന്റെയും കേരള കോൺഗ്രസിന്റെയും ആളുകളാണ്. ഒരു ഹൈക്കോടതി ജഡ്ജിയുടെ സഹോദരൻ ഉൾപ്പെടെ ഇപ്പൊ മൊഴി കൊടുക്കാനുള്ള ലിസ്റ്റിൽ ഇപ്പോൾ അവർ അപേക്ഷ നൽകിയിരിക്കുകയും ചെയ്യുകയാണ്. അപ്പം വലിയൊരു മാറ്റം ഈ ബാർ കോഴ കേസിൽ വരികയാണ്. കാര്യങ്ങൾ മുറുകുകയാണ്. ഏത് സന്ദർഭത്തിലും അറസ്റ്റ് പോലും നടക്കാം എന്നുള്ള ഘട്ടത്തിലേക്ക് ആണ് കാര്യങ്ങൾ നീങ്ങുന്നത്. കോടതി പോലും വിജിലൻസിന്റെ നടപടി വീക്ഷിക്കുകയാണ്. തങ്ങൾ ഇപ്പോൾ ഇതിൽ ഇടപെടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിജിലൻസിന്റെ നടപടികൾ അവർ വീക്ഷിക്കുകയാണ്. സ്വാഭാവികമായും പോലീസിന്റെ വിജിലൻസിന്റെ ഭാഗത്തു നിന്നും നിസ്സാരവൽക്കരിക്കാനോ ഇതിനെ ഗൗരവം കുറച്ചു കാണാനോ ശ്രമം ഉണ്ടായ തീർച്ചയായിട്ടും സുപ്രീം കോടതി 2G സ്പെക്ട്രം ഇടപാടിലും കൽക്കരി കേസിലും ഇടപെട്ടതുപോലെ തന്നെ ഹൈക്കോടതി ഈ കേസിനകത്തും ഇടപെടും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതായത് ബാർക്കോഴയിലെ വിജിലൻസ് കേസ് അന്തിമ ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ നിർണായകമായ വഴിത്തിരിവാണ് ഇന്നത്തെ ഈ പുതിയ 164 പുതിയ വെളിപ്പെടുത്തൽ ഉണ്ടാക്കുന്നത് എന്നാണോ? തീർച്ചയായിട്ടും ഇത് കാര്യങ്ങൾ ഏറ്റവും നിർണായകമായ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളത് തന്നെയാണ് ഇന്നത്തെ ഈ മൊഴി ബിജു രമേശിന്റെ മൊഴി നൽകിയതിലൂടെ ഈ കാണുന്നത്. കാര്യങ്ങൾ നമ്മൾ ഊഹാപോഹങ്ങളോ അല്ലെങ്കിൽ ചർച്ചകളോ ഒന്നുമല്ല, കാര്യത്തോട് അടുക്കുകയാണ്. അപ്പോൾ അത് വളരെ ഗൗരവമായി തന്നെ കാണേണ്ട ഒരു പ്രശ്നം തന്നെയാണ്. തീർച്ചയായും വളരെ നന്ദി രാജു അബ്രഹാം. ഒപ്പം അഡ്വക്കേറ്റ് ഡി സുഗതൻ ഈ അവസരത്തിൽ ടെലിഫോൺ ലൈനിൽ പ്രതികരിച്ചത്. ഏറെ നാളായി ഉന്നയിച്ചിരുന്ന കാര്യങ്ങൾ അദ്ദേഹം ധനമന്ത്രി കെ മാണിയുടെ മകൻ ജോസ് കെ മാണി ഇക്കാര്യത്തിൽ വളരെ സജീവമായി ഇടപെട്ടു എന്നതടക്കമുള്ള ഇതുവരെ ഉന്നയിച്ച ആരോപണങ്ങളുടെ സജീവമായ ഡോക്യുമെന്റ്സ്, രേഖകൾ അടക്കം അദ്ദേഹം ബിജു രമേശ് ഇന്ന് തിരുവനന്തപുരം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലെത്തി തെളിവ് ഹാജരാക്കി രഹസ്യമൊഴി നൽകി എന്നുള്ളതാണ് വസ്തുത. ഒപ്പം എക്സൈസ് മന്ത്രി കെ ബാബുവിൻ്റെ പേര് കൂടി കെ ബാബു എന്ന് പറഞ്ഞില്ല എങ്കിൽ പോലും എക്സൈസ് മന്ത്രി എന്ന് വളരെ സ്പഷ്ടമായി അദ്ദേഹം മാധ്യമങ്ങളോട് പറയുക കൂടി ചെയ്തു.